let's begin the class for today. We were talking about the address by Manga Minko and how the Holocaust, after the Holocaust and after World War II, how people were getting back to their lives. That is what the address deals about. Coming back to the roots of one's existence. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ പോയ വഴിയിലൂടെ തിരിച്ചു നടക്കാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളില്ല അല്ലെ? Just like that, this author also wanted to visit her house where she grew up as a child, where she lost everything, her parents, her siblings, belongings, everything. She had to leave everything and run in order to survive. അപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോരേണ്ടി വരുന്ന ഒരവസ്ഥ, പലായനം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരു പലായനത്തിന് ശേഷം എല്ലാം ശമിച്ചു എന്ന് കരുതിയപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. തിരിച്ചു വരാൻ ആഗ്രഹിച്ചത് മറ്റൊന്നിനുമല്ല. ഷി ജസ്റ്റ് വാണ്ടഡ് ടു സീ ഓൾ ദോസ് തിങ്സ് ആൻഡ് ജസ്റ്റ് വാണ്ടഡ് ടു റിമെമ്പർ ടു ഗെറ്റ് ബാക്ക് ദ മെമ്മറീസ് ഷി ഹാഡ് ദാറ്റ് വാസ് റിലേറ്റഡ് ഓർ അസോസിയേറ്റഡ് വിത്ത് ദോസ് തിങ്സ്. അതിനു വേണ്ടിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. പക്ഷെ അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. ഷീ ഗെറ്റ്സ് ഡിസപ്പോയിന്റഡ് വെൻ ഷീ ഈസ് നോട്ട് അലൗഡ് or when she was not at all recognized by the person who had taken care of things when they were gone. അപ്പം അവർ പോയി കഴിഞ്ഞാൽ ടേക്ക് കെയർ ചെയ്യാം, അവർക്ക് നഷ്ടമായേക്കാം എന്ന ഒരു ചിന്ത വന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്താണ് ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഇങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, അതായത് ഡോർലിംഗ്, മിസ്സിസ് ഡോർലിംഗ് എന്ന് പറയുന്ന വ്യക്തി. അവരുടെ ഫാമിലിയിലേക്ക് വന്നിട്ടാണ് അവർ പറയുന്നത്, നിങ്ങളുടെ സാധനങ്ങളൊക്കെ ചീത്തയായി പോയില്ലേ, കുറെ കാലം പഴക്കമുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തിരിച്ചെടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് കബളിപ്പിക്കുകയും അവരിൽ നിന്ന് ആ സാധനങ്ങളെല്ലാം തട്ടി മാറ്റി അവരെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അപ്പൊ അവരെ കുറിച്ചെല്ലാം അവരുടെ ഓഥറിന്റെ അമ്മ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ ഡോർലിംഗ് എന്നാണെന്നും അവര് മാർക്കോണി സ്ട്രീറ്റിൽ ഹൗസ് നമ്പർ 46-ലാണ് താമസിക്കുന്നത്. ആ അഡ്രസ് വളരെ കൃത്യമായി ഓർമ്മയിൽ വെച്ചോളണം എന്ന് നമ്മ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഓർത്തെടുത്തുകൊണ്ടാണ് ഓഥർ മാർഗ മിൻകോ തിരിച്ച് എല്ലാം ശമിച്ചതിന് ശേഷം ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും തിരിച്ചു വരുന്നത് ആ ഒരൊറ്റ വാക്കിന് പുറത്താണ്. അമ്മ, അച്ഛൻ, ബന്ധങ്ങൾ, ഇവരെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തന്നെ. അപ്പൊ ആ സാധനങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഓടുള്ള സ്നേഹത്തോട് ഇതിലുപരി അവർക്ക് അവരുടെ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു വരാനും അത് ജസ്റ്റ് ഒന്ന് പൊടിതട്ടി എടുക്കാനും വേണ്ടിയിട്ടാണ് അവർ തിരിച്ച് ആ അഡ്രസ്സ് തേടി പോകുന്നത്. പക്ഷെ അഡ്രസ്സ് തേടി ചെല്ലുന്ന ഓഥറിന് ലഭിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ്. She is not at all welcomed by the lady, that is Mrs. Doran. She doesn't want the author to come back because no one ever had come yet. ഇതുവരെയായിട്ടും അവരുടെ കുടുംബത്തിൽ നിന്ന് ആരും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് മാർഗ മിൻകോ തിരിച്ചു വരുന്നത് തന്നെ. അപ്പൊ എല്ലാവരും മരിച്ചു പോയി കാണുമെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചിരുന്ന ഡോർലിങ്ങിന്റെ മുമ്പിലേക്ക് മാർഗ മിൻകോ വരികയാണ്. അങ്ങനെ മാർഗ മിൻകോ തിരിച്ചറിയുന്നു മിസ്സിസ് ഡോർലിങ്ങിനെ. എന്നിട്ട് പോലും മാർഗ മിൻകോയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാൻ തയ്യാറാവാതെ ഡോർലിംഗ് അവരെ നിരാശപ്പെടുത്തി തിരിച്ചു പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. That was the first instance where she was sent back without any success, without any way, without being. She had to go back without any success. She had to go back because Darling refuses to recognize her. Even doesn't lend her ears to listen to what the author has to say, and she is sent back without any success. But she again returns because of the memories associated with it. ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ കുറേയേറെ മെമ്മറീസ് അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊന്ന് വീണ്ടും ലഭിക്കുവാൻ വേണ്ടി ഒരു ശ്രമം കൂടി അവർ നടത്തുകയാണ്. The second time she is successful. He meets Darling's daughter, who is just 15 years old or something like that, 17 years or 15 years old, and she is greeted by her and asks for Darling, but Darling was not there. Darling അവിടെ ഉണ്ടായിരുന്നില്ല. അവര് എവിടെയോ ഒരു എറാൻഡിന് പോയിരിക്കുകയാണ്. എറാൻഡ് മീൻസ് ടു ഡു സം സോർട്ട് ഓഫ് വർക്ക്.
ആൻഡ് ഷീ ഈസ് ഓൺ റൗണ്ട്സിന് പോയത്. നമ്മളിപ്പം ഡോക്ടേഴ്സ് ഒക്കെ റൗണ്ട്സിന് പോകുന്നു എന്ന് പറയുന്നില്ലേ, അതേപോലെ ഒരു എന്തോ റൗണ്ട്സിന് പോയതാണ്. ഇതേപോലെ ആരുടെയെങ്കിലും വീട്ടിലൊക്കെ പോയി അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ച് മേടിക്കാനായിട്ട് പോയതായിരിക്കും. അങ്ങനെ പോയ ഒരു സമയത്താണ് വീണ്ടും മാർഗ മിൻകോ അവരുടെ അഡ്രസ്സിൽ എത്തുന്നത്. ആ അഡ്രസ്സിലേക്ക് തിരിച്ചെത്തിയ അവിടെ അവർ കാണുന്നത് അവരുടെ മകളാണ്. മകള് അവരെ ആനയിച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നു. അകത്തേക്ക് കയറിയതോടുകൂടി തന്നെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിയ ഒരു അനുഭൂതിയാണ് ശരിക്കും മാർഗ മിൻകോയ്ക്ക് ലഭിക്കുന്നത്. ഷീ ഫീൽസ് ആസ് ഇഫ് ഷീ knows each and every nook and corner of that place, because each and every piece of furniture and all the crockeries and all the things that we kept inside the house was from their house. അവരെ വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുവന്നിട്ടുള്ള ഓരോ സാധനങ്ങളുമാണ് അവിടെ ഇവിടെയായിട്ട് അവര് ഒരു ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ട്, ഒരു ടേസ്റ്റും ഇല്ലാതെ, ഒരു ഭംഗിയും ഇല്ലാതെ, ഒരു അറിവുമില്ലാതെ അവര് അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. എന്തോ ഒരു വസ്തു സ്വന്തമായിട്ടുള്ള വസ്തു ആണെങ്കിൽ മാത്രമേ നമ്മൾ എത്രയും കെയർ എടുക്കുള്ളൂ. മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് തോന്നിയ പോലെ അങ്ങനെ ഇട്ടേക്കും, അല്ലെ? നമ്മുടെ പെർസീവിയറൻസോടുകൂടി, നമ്മളെ കഷ്ടപ്പാടോടുകൂടി, നമ്മൾ ചോര നീരാക്കിയ കാശ് കൊണ്ട് നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ നമുക്ക് വില കൽപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ഇത് കൂടിയാണ് അവിടെ മാർഗ മിൻകോ പറയുന്നത്. കാരണം കെയർലെസ് ആയിട്ടാണ് ആ സാധനങ്ങളെല്ലാം തന്നെ അവിടെ അടുക്കി പെറുക്കി വെച്ചത്. They are not at all taking care to even clean the place. കാരണം പൊട്ടി പിടിച്ച് വളരെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു മണം എല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. when she entered the house. അങ്ങനെ ഇരിക്കാൻ പറയുന്ന സമയത്ത് അവർക്ക് ചുറ്റുപാടും നോക്കാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് തല പൊക്കി ഒന്ന് നോക്കുവാൻ പോലുമുള്ള ശക്തി മാർഗ മിൻകോയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് when she came inside. അവര് വിചാരിച്ചത് ആ വസ്തുക്കളെ എല്ലാം കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ ആ വസ്തുക്കളിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് തിരയിളക്കി വരുമായിരിക്കും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവരുടെ ഒരു ഇമോഷൻ. അവരുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു. So she was feeling very she was feeling stressful. അവർക്ക് എന്തോ അവരെ തന്നെ ഇങ്ങനെ ഞെക്കി അമർത്തുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ഒക്കെ അവർക്ക് ഉണ്ടാവാൻ തുടങ്ങി. ബിക്കോസ് ആ ഒരു കയറി വരുന്ന സമയത്ത് തന്നെ ഹനൂക്ക എന്ന് പറയുന്ന ആ ഒരു സെലിബ്രേഷനോടനുബന്ധിച്ചിട്ട് അവര് ഉപയോഗിക്കുന്ന ഒരു കാൻഡിൽ ഹോൾഡറിനെ കുറിച്ച് അവർ പറയുകയാണ്. കംബർസം എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ശരിക്കും അവരുടെ ജീവിതത്തിലും അവർക്ക് അനുഭവിക്കുന്നത്. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവരുടെ ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഷീ കുഡന്റ് ബെയർ the idea that the things that were properly kept in her house, that she used to അവര് ചെറുപ്പത്തിലായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ ഓരോ വസ്തുക്കളെയും അവരുടെ വീട്ടില് ആ വസ്തുക്കളുമായിട്ട് അവർ പെരുമാറിയിരുന്നത്, അതിൽ നിന്നും വിപരീതമായിട്ട് ഇപ്പോൾ ആ വസ്തുക്കൾ തന്നെ സെയിം തിങ്സ് ദാറ്റ് ഷീ യൂസ് ടു take in her hands and she used to clean and she used to play with, all these things she used to eat with, ഇതെല്ലാം മറ്റൊരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ ആ ഒരു വസ്തുവിന് ഒരു അകൽച്ച സംഭവിക്കും, ഡിസ്റ്റൻസിങ് ഫ്രം ദോസ് തിങ്സ്. നമ്മുടേതാണെങ്കിൽ പോലും നമ്മുടേതല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഓഥർ നിൽക്കുന്നത്. So the emotions that were welling up inside her was really overwhelming for her. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. It was like a cumbersome, just like the Hanukkah candle holder, which they didn't use at all because it was cumbersome, much more cumbersome than a single candlestick. ഒരു സിംഗിൾ കാൻഡിൽ സ്റ്റിക്കിനേക്കാൾ എത്രയോ ഭാരം കൂടിയ ഒരു വസ്തുവായിരുന്നു ഹനൂക്ക കാൻഡിൽ ഹോൾഡർ. അതുകൊണ്ട് തന്നെ അവര് സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു മൂലയ്ക്ക് മാത്രം അത് വെച്ചിരുന്ന സംഭവമാണ്. ഇപ്പോൾ അത് മറ്റൊരു വീട്ടിൽ വേറൊരു ആൾക്കാരുടെ ചുമരിന്മേൽ തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ അത്രയ്ക്കും എന്താണ് പറയുക, ഭാരം കൂടി വരികയാണ് മനസ്സിനുള്ളിൽ ആ ഓഥറിന്. ഓക്കെ, അങ്ങനെ അവരടുത്ത് അവരുടെ മകള് പറയുകയാണ്, വോണ്ട് യു സിറ്റ് ഡൗൺ. അവിടെ മുതൽക്കാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക്, അതിനുശേഷം ആണ് കഴിഞ്ഞിരിക്കുന്നത്. ബട്ട് വി വിൽ സ്റ്റാർട്ട് ഫ്രം ദേ. മകൾ അകത്തേക്ക് ആനയിച്ച മുതൽക്ക് വി വിൽ സ്റ്റാർട്ട്. Okay. Won't you sit down? Asked the girl. She held open the door
of the living room and I went inside past her. അപ്പം ലിവിംഗ് റൂമിലേക്ക് ആനി ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലിവിംഗ് റൂമിലേക്ക് കടന്നിരിക്കുന്നു. ആ ഒരു പെൺകുട്ടിനെ കടന്നു വെച്ചിട്ടാണ് പോകുന്നത്. ഐ സ്റ്റോപ്പ് ഹൊറിഫൈഡ്. ലിവിംഗ് റൂമിലേക്ക് കയറിയതും അവിടെ എന്താണ് പെട്ടെന്ന് തന്നെ നിന്നുപോയി. ഭയന്നാണ് നിൽക്കുന്നത്. ഐ വാസ് ഇൻ എ റൂം ഐ ന്യൂ ആൻഡ് ഡിഡ് നോട്ട് നോ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വസ്തുക്കളെയും സുപരിചിതമാണ്. കാരണം ചെറുതായിട്ടൊന്ന് 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറി തിരിച്ചു വന്നപ്പോഴേക്കും ആ വീട്ടിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ചെറിയൊരു കൊച്ചായിരുന്ന സമയത്തെ അത് നോട്ട് ചെയ്തിരുന്നു. കാരണം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, even though we don't take care of it much, but we will understand that it is gone from our life when we lose that. അത് നഷ്ടമായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ അത്ര അങ്ങോട്ടേക്ക് കെയർഫുൾ ആയിരിക്കില്ല. പക്ഷെ നമുക്കത് നഷ്ടമായി കഴിഞ്ഞാൽ വി വിൽ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ് മോർ. കൂടുതലായിട്ട് നമ്മൾ ആലോചിച്ചു തുടങ്ങും. അതാണ് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ റൂമിലൊക്കെ ഉണ്ടായിരുന്നത്, അങ്ങനെയായിട്ട് കിടന്നിരുന്നത്. പക്ഷെ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ പ്രസന്റ് മൂമെന്റ് ഷീ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. കാരണം അവരുടേതായിരുന്നില്ല ആ ഒരു വസ്തുക്കളൊന്നും തന്നെ. I found myself in the midst of things I did want to see again, but which oppressed me in the strange atmosphere. ഈ വസ്തുക്കളെല്ലാം തന്നെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രത്യേകമായിട്ട് ഒരു ട്രെയിനും പിടിച്ച് ഇപ്പൊ ഈ ഒരു നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. തിരിച്ചു വരരുത് എന്ന് ഒരു എപ്പോഴോ തീരുമാനിച്ച ഒരു ഒരു തീരുമാനം ഉണ്ടായിരുന്നു അവർക്ക്. തിരിച്ചു വരാൻ പാടില്ല എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ച് ഈ സാധനങ്ങളെല്ലാം തന്നെ ഒരിക്കൽ കൂടി ഒന്ന് കാണണം എന്ന ആഗ്രഹം മൂത്തിട്ടാണ് ഇപ്പോൾ ആ ഒരു ഓഥർ അവിടെ എത്തിയിരിക്കുന്നത് തന്നെ. പക്ഷേ ഇപ്പോഴുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ഒപ്രസീവായിട്ട് ഫീൽ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് അടിച്ചമർത്തപ്പെടലോ എന്തോ ഞെരുക്കം, ഒരു ഞെരുക്കം അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I did want to see again, but it oppressed me in the strange atmosphere. ഇപ്പോൾ അത് നിൽക്കുന്നത് വേറൊരാളുടെ വീട്ടിലാണ്. വേറൊരു കുറെ പേര് അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആ വസ്തുക്കളെല്ലാം തന്നെ അവരുടേതായിട്ട് സ്വന്തമാക്കി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So it is a totally different atmosphere for her. Or because of the tasteless way everything was arranged, because of the ugly furniture or the muggy smell that hung there. I don't know, but I scarcely dare to look around me. എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ആ വസ്തുക്കളെല്ലാം വെച്ചിരിക്കുന്നത് വളരെ ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ്, നല്ല രീതിയിലേ അല്ല, തോന്നിയ പോലെയൊക്കെയാണ് അതിനെ വെച്ചിരിക്കുന്നത്. ഇനി അതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോ ഉള്ള ആ ഒരു റൂം എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട ഒരു സ്മെല്ലാണ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് ദ അഗ്ലി ഫർണിച്ചർ ഓർ ദ മഗി സ്മെൽ ദാറ്റ് ഹങ് there. മഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മിസ്റ്റി എന്ന് പറയുന്ന പോലെ തന്നെ, മസ്റ്റി എന്ന് പറയുന്ന പോലെ തന്നെ, the unpleasant warm and humid smell that was coming out of the room. എന്താണെന്ന് അറിയില്ല. I don't know, but I scarcely dare to look around me. പക്ഷെ ഞാൻ ധൈര്യപ്പെട്ടതേ ഇല്ല. ഒന്ന് ചുറ്റുവട്ടം ഒന്ന് നോക്കാനായിട്ട് ഞാൻ ധൈര്യപ്പെട്ടതേ. The girl moved a chair. ഇരിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ചെയർ ഇട്ടു കൊടുത്തു. I sat down and stared at the wooden tablecloth. പിന്നെ ഞാൻ നിൽക്കുന്നതിന്റെ നേരെ മുമ്പിലായിട്ട് ഒരു ടേബിൾ ആണുള്ളത്. ആ ടേബിളിന്റെ മുകളിൽ ഒരു വൂളൻ ടേബിൾ ക്ലോത്ത് ഉണ്ട്. ഓക്കെ, വൂളൻ ടേബിൾ ക്ലോത്ത്. നിങ്ങൾ ഇവിടെ ക്രോഷ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? Is there anyone who is knitting or anything like that? ക്രോഷേ എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ? Is there anyone among you who has taken up the hobby of crochet? ക്രോഷേ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലേ ഇവിടെ? ഗേൾസ്, anyone who does crochet? എന്ത് ഇല്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു ഹോബി ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം എന്താന്നുള്ളത്. ഇങ്ങനത്തെ പല ഡിസൈനുള്ള ഒക്കെയുള്ള കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഒരു വൂളൻ ടേബിൾ ക്ലോത്ത് ആണ്. അത് വൂളൻ എന്ന് പറയുന്ന ഈ ഒരു നൂല് വാങ്ങിക്കാൻ കിട്ടും. ക്രോഷേ ചെയ്യാനായിട്ടുള്ള നീഡിൽസ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ നീഡിലും അതേപോലെ തന്നെ നൂലും ഒക്കെ ഉപയോഗിച്ചിട്ട് ഡെനിം ചെയ്യുമോ? ഡെനിൻ എവിടെ നിന്നിട്ട്? ഡെനിനൊന്നും മിണ്ടിയില്ലല്ലോ. ഡെനിം ചെയ്യോടാ? നീ ചെയ്യാറുണ്ടോ? ഇതാണ് ക്രോഷേ അല്ലെങ്കിൽ വൂളൻ ടേബിൾ ക്ലോത്ത് എന്ന് പറയുന്നത്. ഇത് പല സൈസിൽ കിട്ടും.
ഓക്കെ, പല സൈസിലാക്കാം. നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി വലിയ സൈസിലൊക്കെ ഉണ്ടാക്കാം നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, അപ്പം ദിസ് ഇസ് എ വൂളൻ ടേബിൾ ക്ലോത്ത്. ഓക്കെ, സോ ദിസ്, ഇത് നേരെ മുൻപിൽ, ഓഥറിന് നേരെ മുമ്പിൽ ഇരിക്കുന്ന ടേബിളിന്റെ നേരെ മുമ്പിലാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ടേബിൾ ക്ലോത്ത് കണ്ടപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ദിസ് ഓൾസോ ഹാസ് ബീൻ ടേക്കൺ ഫ്രം ഹർ ഹൗസ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ സാധനം പോലും അവർ വിട്ടുവെച്ചില്ല എന്നുള്ളതാണ്. ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഇവരെ വീട്ടിൽ വെച്ചിരിക്കുക മിസ്സിസ് ഡോർലിംഗ് എന്ന് പറയുന്നത്. I rubbed it. My fingers grew warm from rubbing. അത് മെല്ലനെ ഇങ്ങനെ തലോടാൻ തുടങ്ങി. തലോടി അവരുടെ കൈകളൊക്കെ ഇങ്ങനെ ചൂടായി തുടങ്ങി. I followed the lines of the pattern. ആ പാറ്റേണിലൂടെ ഇങ്ങനെ വിരൽ ഓടിക്കുകയാണ് അവര്. കാരണം അവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേബിൾ ക്ലോത്ത് ആണത്. Somewhere on the edge there should be a burn mark that had never been repaired. അതുപോലും അവർക്കറിയാം. ഈ ഒരു ടേബിൾ ക്ലോത്തിന്റെ എവിടെയോ ഏതോ ഒരു മൂലയിൽ ചെറിയൊരു ബേൺ മാർക്ക്, കത്തിപ്പോയ ഒരു ചെറിയതായിട്ട് ടേബിൾ ക്ലോത്ത് ആണ്. അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻസെൻസ് സ്റ്റിക്കോ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചതോ ആഷോ എന്തെങ്കിലുമൊക്കെ വീണ് കാണും. അപ്പോൾ അത് ചെറുതായിട്ടൊന്നും കരിഞ്ഞു പോയിട്ടുണ്ട്. ആ കരിഞ്ഞു പോയിട്ടുള്ള മാർക്ക് ഉണ്ട് എവിടെയോ. അതിനാണ് അവർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേബിൾ ക്ലോത്ത് ആണ്. സോ ഷീ ഈസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ബേൺ മാർക്ക് in order to make her believe, or in order to make her reiterate. അവർക്ക് അവരുടെ തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം എന്ന് റീറ്ററേറ്റ് ചെയ്യാൻ, ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ, അവർക്കറിയാം അത് അവരുടേതാണ്, എന്നാൽ പോലും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനായിട്ട് അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. She knew there was a place, a burn mark somewhere on this tablecloth which has not yet been repaired. My mother will be back soon, said the girl. I've already made tea for her. Will you have a cup? ഞാൻ എന്റെ അമ്മ ഇപ്പം തന്നെ വരുന്നതായിരിക്കും, അതിന് അമ്മയ്ക്കായിട്ട് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കപ്പ് ചായ തരട്ടെ? താങ്ക് യു. ശരി. I looked up. The girl put cups ready on the tea table. She had a broad back, just like her mother. അമ്മയെ പോലെ തന്നെ വളരെ വിരിഞ്ഞ തോളുകളാണ് അവർക്കുള്ളത്. ഓക്കെ, ഷോൾഡേഴ്സ് ഉള്ളത്, വളരെ വിരിഞ്ഞ ഷോൾഡേഴ്സ് ആണ് അവർക്കുള്ളത്. She poured tea from a white pot. All it had was a gold border on the lid. I remembered. She opened a box and took some spoons out. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും, ടീ കപ്പ് ആണെങ്കിലും ഈ പോട്ട് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഈ ഓഥറിന്റെ തന്നെയാണ്. Everything that she was very familiar with, but now she was not at all familiar with them because they were being used by others. ഒരു ബോക്സ് തുറന്നു, അതിൽ നിന്ന് സ്പൂൺ എടുക്കുകയാണ്. That's a nice box. I heard my own voice. It was a strange voice, as though each sound was different in this room. വിചിത്രമായ അവരെ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ പോലും അവര് അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനങ്ങൾ എന്ന് പറയുന്നത് അവര് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവര് ഓടിക്കളിച്ച വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. അപ്പൊ ഉണ്ടായിരുന്ന വോയിസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ അവര് വലുതായിരിക്കുന്നു, വളർന്നിരിക്കുന്നു. ആ ചെറിയ കുട്ടിയിൽ നിന്ന് എത്രയോ മാറ്റങ്ങൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. She has changed a lot. She has grown up. She has overcome many things in her life. Now she is not the same old child that used to run around the house where all these things were kept. Her voice at that time was totally different. Now her voice is totally different now. That's why she feels alienated. അവിടെ നിന്ന് സംസാരിച്ചപ്പോ അവർക്ക് തന്നെ അവരാരാണ് വന്ന് പോയി എന്ന് പറഞ്ഞു. ഓക്കെ, that nice box, I heard my own voice. It was a strange voice. അവർക്ക് തന്നെ സ്ട്രേഞ്ച് ആയി തോന്നുകയാണ്. കാരണം വീട്ടിൽ ഓടിക്കളിച്ചിരുന്ന അവരുണ്ടാക്കി പറയുന്നത് ചെറിയ കൊച്ചിന് ഇപ്പോൾ അവര് ടോട്ടലി ഡിഫറെന്റ് ഒരു വീട്ടിലാണ് ഇരിക്കുന്നത്. ഈവൻ ദ തിങ്സ് ബട്ട് ഇറ്റ് വാസ് എ ടോട്ടലി ഏലിയനേറ്റഡ് പ്ലേസ് ഫോർ ഹർ. അതുകൊണ്ട് തന്നെ അവർക്ക് വിചിത്രമായിട്ട് അവരുടെ ശബ്ദവും വിചിത്രമായിട്ട് തന്നെ തോന്നി. ആസ് ദോ ഈച്ച് സൗണ്ട് വാസ് ഡിഫറെന്റ് ഇൻ ദിസ് റൂം. ഈ ഒരു റൂമില് ശബ്ദങ്ങൾക്ക് കുറേയേറെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഓ, യു നോ അബൌട്ട് ദം. She had turned around and brought me my tea.
She laughed. My mother says it is antique. I've got lots more. She pointed around the room. See for yourself. കണ്ടോ, നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയാമോ? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ പൗരാണികമായിട്ടുള്ള ഒരു സാധനമാണ്. പൗരാണികമായിട്ടുള്ള സാധനമാണ്. നമ്മുടെ അടുത്ത് കുറെ ഇങ്ങനത്തെ വസ്തുക്കളുണ്ട്. She grew up seeing all these things, okay, around her house. അതുകൊണ്ടാണ് വളരെ ലാഘവത്തോട് കൂടിയിട്ട് ആ ഒരു കൊച്ചു പറയുന്നത്, ഓഥറിന്റെ അടുത്ത് പറയുന്നത്. ഓഥറിന് അറിയാം ഇതിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത്. ആ കൊച്ചിനറിയില്ല അതിന് എത്ര അവിടെ കിടക്കുന്ന ആ റൂമിൽ കിടക്കുന്ന ആ വസ്തുക്കൾക്കൊക്കെ വസ്തുക്കളുടെ വാല്യൂ ആ കൊച്ചിനറിയില്ല. കാരണം സെയിം സിറ്റുവേഷൻ ദ ഓഥർ വാസ് ലോങ് ബിഫോർ, അതേ സിറ്റുവേഷനിലാണ് ഇപ്പോ ഡോർലിങ്ങിന്റെ മകൾ നിൽക്കുന്നത്. അവര് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വസ്തുക്കളാണ് അവർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാല്യൂ എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. പക്ഷെ ഓഥർ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതെല്ലാം ഒരു സമയത്ത് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കളായിരുന്നു. അതെല്ലാം അവർക്ക് നഷ്ടമായിരിക്കുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഓഥർ എന്ന് പറയുന്നത്. അവർക്കറിയാം അതിന്റെ വാല്യൂ എത്രയാണ്, വിലമതിക്കാനാവാത്തത്, പ്രൈസ്ലെസ്. അതുകൊണ്ടാണ് അത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് ഡോർലിങ്ങിന്റെ മകൾ ഓഥറിന്റെ അടുത്ത് സംസാരിക്കുന്നത്. ആന്റീക്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇത് ഇവിടെ കണ്ട കുറെ കിടപ്പുണ്ട് ഇവിടെ. ഈ റൂമിൽ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കുറെ കിടപ്പുണ്ട്. I had no need to follow her hand. I knew which things she meant. I just looked at the still life over the tea table. As a child, I had always fancied the apple on the pewter plate. Pewter plate. Pewter. What is a pewter? Pewter എന്ന് പറഞ്ഞാൽ എന്താണ്? Can anyone tell me what a pewter is? Pewter plate എന്താണെന്നുള്ളത് കാണിച്ചു തരാം. Pewter എന്ന് പറഞ്ഞാൽ എന്താണ്? First tell me that. ആർക്കെങ്കിലും പറയാൻ പറ്റും? PEWTER. 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 അറിയത്തില്ല? ഗൂഗിൾ ചെയ്തിട്ട് പറയാം അല്ലെ? ബെസ്റ്റ് ആൾക്കാരാണ്. ഗൂഗിൾ ചെയ്യാതെ പറയാൻ പറ്റും. Pewter നിങ്ങൾ പഠിച്ചു കാണണം. Pewter കാണിച്ചു തരാം. I'll show you. ആ പ്ലേറ്റ് ഞാൻ ആദ്യം കാണിച്ചു തരാം, അതിനുശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അലോയ്. ഒരു ടൈപ്പ് ഓഫ് അലോയ് ആണ് ശരിക്കും അത്. ഓക്കെ, പണ്ട് കാലങ്ങളില് ഈ ബോൺ ചൈന എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ചൈന നമ്മുടെ ഈ പോർസിലിൻ ഒക്കെ വരുന്നതിന് മുൻപായിട്ട് ആൾക്കാർ കഴിച്ചിരുന്നത് എന്ന് പറയുന്നത്, നമ്മളിപ്പോ സ്റ്റീലൊക്കെ വരുന്നതിന് കുറെ മുൻപ് ഉപയോഗിച്ചിരുന്ന വസ്തുവാണത്. പ്യൂറ്റർ. പ്യൂറ്റർ എന്നാണ് പറയുന്നത്. കാണുന്നുണ്ടോ നിങ്ങള്? ദിസ് ഇസ് എ പ്യൂറ്റർ പ്ലേറ്റ്. ഇതാണ് ഒരു പ്യൂറ്റർ പ്ലേറ്റ്. പല 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 ഫ്രൂട്ട്സിന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ കൊത്തുപണി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ? ഇതിലായിരുന്നു പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഭക്ഷണം കഴിച്ചിരുന്നതും. പലതിനും ഉപയോഗിക്കും. ഫ്രൂട്ട് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കും, പിന്നെ കപ്പ് സോസർ പോലെ ഉപയോഗിക്കും, സൈഡ് പ്ലേറ്റ് ആയിട്ട് ഉപയോഗിക്കും, ഭക്ഷണം കഴിക്കാനായിട്ട് ഉപയോഗിക്കും. അങ്ങനെ 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 പല പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് pewter plate എന്ന് പറയുന്നത്. Okay, well this is a pewter plate and now I will give you the definition of pewter. ഒരു alloy ആണ്, tin ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് ഉള്ളത്. ഓക്കെ, ആൻഡ് അത് പല ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന്റെ അകത്ത് നിന്നും ഇത് എന്താണ് ലെഡ് പോലത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അത് ഡേഞ്ചറസ് ആണ്. ഓക്കെ, pewter is a malleable metal alloy composed of 85 to 99% tin. Tin ആണ് കൂടുതലും. Okay, mixed with approximately 5 to 10% antimony, copper, bismuth, and sometimes silver, copper, and silver. Copper and antimony act as hardeners, but may be replaced with lead in lower grades of pewter, imparting impurities. Okay, imparting a bluish tint. ഒരു ബ്ലൂയിഷ് ടിന്റോട് കൂടിയിട്ടുള്ള, കളറോട് കൂടിയിട്ടുള്ള ഒരു ഇതൊക്കെ വരുന്നതാണ്. ടിന്നാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, പണ്ട് കാലങ്ങളിൽ എന്നിട്ട് ആൾക്കാർ ഇതൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, നിങ്ങളൊന്നും കണ്ടു കാണത്തില്ല. പക്ഷെ എനിക്ക് എന്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ആർമിക്കാർക്ക്
കൊടുത്തിരുന്നതും ഈ ഒരു സംഭവത്തിന്റെ, കാരണം മാലിയബിൾ ആണ്, വളരെ ഈസി ആയിട്ട്. മാലിയബിൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. 250 ഡിഗ്രീസിലാറ്റം ഫാരൻഹൈറ്റിൽ ഇത് ഉരുകും, അങ്ങനെ എന്തോ ആണ്. സെൽഷ്യസിലോ ഫാരൻഹൈറ്റിലോ ഏതോ ഒന്നില്ല ഇത് ഉരുകും ശരിക്കും ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് പ്യൂട്ടർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്യൂട്ടർ പ്ലേറ്റിലെ ആപ്പിൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു ആപ്പിളിന്റെ ഒക്കെ ഷേപ്പ് ഒക്കെ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ഷേപ്പിലുണ്ടായിരുന്ന ആപ്പിളിന്റെ ഷേപ്പിലുണ്ടായിരുന്ന ഒരു പ്യൂട്ടർ പ്ലേറ്റ്, അത് വളരെ കൗതുകത്തോട് കൂടി പണ്ട് ചെറുപ്പത്തിൽ പോലും അതിനെ നോക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ആസ് എ ചൈൽഡ് ഐ ഹാഡ് ഓൾവേസ് ഫാൻസീഡ് ദ ആപ്പിൾ ഓൺ ദ പ്യൂട്ടർ പ്ലേറ്റ്. അതുവരെ ആ ഒരു ഓഥറിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന വസ്തുവാണ്. വി യൂസ് ഇറ്റ് ഫോർ എവറിത്തിങ്. വളരെ ലാഘവത്തോടു കൂടി മറ്റേ പെണ്ണ് പറയുകയാണ്, ഡോർലിങ്ങിന്റെ മകള് പറയാണ്, വി യൂസ് ഇറ്റ് ഫോർ എവറിത്തിങ്. നമ്മൾ എല്ലാത്തിനും അത് യൂസ് ചെയ്യാറുണ്ട്. Once we even ate off the plates hanging there on the wall. I wanted to so much, but it wasn't anything special. നമ്മൾ ഇതെല്ലാത്തിനും ഉപയോഗിക്കും, കഴിക്കാനും എല്ലാത്തിനും. ഓക്കെ, once we even ate off the plates hanging there on the wall. അപ്പൊ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഡെക്കറേറ്റീവ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ ആ പ്ലേറ്റിൽ വരെ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൻ്റെ അകത്ത് കഴിക്കണം എന്ന്. എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഴിച്ചതെങ്കിൽ പോലും അതിൽ അത്ര വലിയ കാര്യമൊന്നും ഇല്ല. ബട്ട് ഇറ്റ് വാസന്റ് എനിത്തിങ് സ്പെഷ്യൽ. അതിൽ കഴിക്കുന്നു എന്ന് വെച്ചിട്ട് അതിന്റെ ടേസ്റ്റ് മാറുകയോ അല്ലെങ്കിൽ വേറെ ഭക്ഷണം വേറെ എന്തെങ്കിലും ആയി മാറുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനൊരു പ്രത്യേകതയൊന്നുമില്ല, ഒരു പ്ലേറ്റ് അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഐ ഹാഡ് ഫൗണ്ട് ദ ബേൺ മാർക്ക് ഓൺ ദ ടേബിൾ ക്ലോത്ത്. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരപ്പോഴും ആ ടേബിൾ ക്ലോത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബെർലിനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ബേൺ മാർക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബേൺ മാർക്ക് അവരുടെ കയ്യിൽ ഉടക്കി, ഓഥറിന്റെ കയ്യിൽ ഉടക്കി. അത് ഉടക്കിയപ്പോഴത്തേക്കും ഗേള്, ആ മറ്റേ പെൺകുട്ടി വളരെ സംശയത്തോടു കൂടി നോക്കി, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള രീതിയിൽ. The girl looked questioningly at me. How come you know about it? Yes, I said. You get so used to touching all these lovely things in the house, you hardly look at them anymore. ശരിയാണ്, നിങ്ങൾ ഈ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് മനഃപ്പാടമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. You hardly look at them anymore. You only notice when something is missing, because it has to be repaired or because you have lent it. For example, സാധാരണ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്, നമ്മൾ നിത്യോപയോഗമായിട്ടുള്ള വസ്തുക്കൾ, നിത്യമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ നമുക്കൊന്നും നോക്കുക പോലും വേണ്ട. കാരണം അതിനെ നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിയാം. വി നോ ഈച്ച് ആൻഡ് എവറി nook and corner of that object. പക്ഷെ നമ്മൾ അതിനെ നോട്ടീസ് ചെയ്യുന്നപ്പോഴാണ്, ഒന്നുകിൽ നമ്മൾ നമുക്ക് നഷ്ടമായ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അത് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോഴാണ് അതിന്റെ നഷ്ടം, അല്ലെങ്കിൽ അതിനെ നഷ്ടമായല്ലോ എന്നുള്ളത് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. When something is missing, നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്ന് തോന്നുന്നത് അപ്പോൾ മാത്രമാണ്. When it is given for repair or when you lend it for someone. വേറെ ആർക്കെങ്കിലും ഒന്ന് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് റിപ്പയറിന് കൊടുക്കുകയോ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ കുറവ് നമുക്ക് മനസ്സിലാകുന്നത്. Again, I heard the unnatural sound of my voice and I went on. I remember my mother once asked me if I would help her polish the silver. It was a very long time ago and I was probably bored by that day, or perhaps I had to stay at home because I was ill, as she had never asked me before. ഒരു ദിവസം അപ്പൊ ആ കൊച്ചിന്റെ അടുത്ത് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് അവരോടൊപ്പം ചേർന്ന് വീട്ടിലുള്ള സിൽവർ ഒക്കെ ഒന്ന് പോളിഷ് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ആ വീട്ടില് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട്ടില് അന്ന് ഫുൾ ഡേ നിന്നത്.
ഒന്നില്ല എനിക്ക് അസുഖം വന്നതോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കാരണം കൊണ്ടോ ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. വളരെ ബോറടിച്ചിരിക്കുന്ന സമയത്താണ് അമ്മ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചത്. ഓക്കെ. അപ്പം എന്താണ് സംഭവിക്കുക, നമ്മുടെ അടുത്ത് എന്തെങ്കിലും അമ്മമാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്താണ്, ഈവൻ ദോ വി ആർ ബോർഡ് ടു ദ ബോൺസ് വി വിൽ സേ നോ, ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയും. അത് നമ്മളെ മക്കളുടെ എല്ലാവരുടെയും സ്വഭാവമാണ്, അല്ലേ? നിങ്ങളും അങ്ങനെ ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. ഓക്കെ. I asked her which silver she meant, and she replied, surprised, that it was the spoons, forks, and knives, of course. And that was the strange thing. I didn't know the cutlery we ate of every day was silver. അത് പറയാണ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് അത്രയും കാലം ഞാൻ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം തന്നെ സിൽവർ ആണ് എന്നുള്ള കാര്യം. കാരണം അതുവരെ അറിയ പോലും ഉണ്ടായിരുന്നില്ല അത് സിൽവർ ആണെന്നുള്ളത്. അന്ന് അമ്മ ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് അത് സിൽവർ ആണ് എന്നുള്ള കാര്യം. അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ അത് എന്താണെന്ന് പോലും നമ്മൾ നോക്കുകയില്ല. കാരണം വി ആർ വെരി യൂസ് ടു ഓൾ ദീസ് തിങ്സ്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അതിനോട് യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷെ അത് നഷ്ടമായി കഴിഞ്ഞാലോ വേറെ ആർക്കെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ അത് റിപ്പയറിന് പോയാൽ മാത്രമേ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. The girl laughed again. I bet you don't know it is either. ആ പെങ്കൊച്ചിന്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ഉറപ്പിച്ച് പറയുന്നു നിനക്കും അത് അറിയില്ല എന്നുള്ള കാര്യം. I looked intently at her. തറപ്പിച്ചെന്ന് തന്നെ അവളെ നോക്കുകയും ചെയ്തു. അപ്പോഴാണ് ആ കൊച്ചു പറയുന്നത്, വാട്ട് വി ഈറ്റ് വിത്ത്, ഷി ആസ്ക്ഡ്. വെൽ ഡു യു നോ, അറിയാമോ നിനക്കത്? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും സിൽവർ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്, നിനക്കറിയാമോ എന്ന് ഓതർ തിരിച്ചു ചോദിക്കുക. ഷി ഹെസിറ്റേറ്റഡ്. ഷി വാക്ക്ഡ് ടു ദ സൈഡ് ബോർഡ് ആൻഡ് വാണ്ടഡ് ടു ഓപ്പൺ എ ഡ്രോവർ. ഐ ലുക്ക്, ഇറ്റ്സ് ഇൻ ഹിയർ. ഞാൻ നോക്കട്ടെ, ഇതിനകത്തുണ്ട്. എന്നിട്ട് സൈഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് മെന്റ് ബൈ എ സൈഡ് ബോർഡ്? നമ്മൾ ബ്യൂറോ എന്നൊക്കെ പറയുന്നത് പോലെയാണ് സൈഡ് ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ. Again, presentation time. I will present you another picture of side board. Okay, let me see if I can show you what a side board is. Let me see if I can get it. Yes, this is a side board. സാധാരണ ഡൈനിങ് റൂമിലൊക്കെ നമ്മൾ സാധാരണ ഷെൽഫ് എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ കട്ട്ലറി ഒക്കെ വെക്കാനായിട്ട് പ്ലേറ്റ്, ഗ്ലാസ് മുതലായവയൊക്കെ അടുക്കി പെറുക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സൈഡ് ബോർഡ് എന്നാണ് ഇത് പറയുന്നത്. കട്ട്ലറീസ് ഒക്കെ ഇവിടെ വയ്ക്കും. ഫോർക്ക്, സ്പൂണ്, കത്തി ഇതൊക്കെ ഇവിടെ വയ്ക്കും. അതേപോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ. ബാക്കിയുള്ള എല്ലാ വലിയ വലിയ പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഇതൊക്കെ താഴേക്ക് വയ്ക്കും. ഇതാണ് സൈഡ് ബോർഡ്. ഓക്കെ, ദാറ്റ് ഇസ് എ സൈഡ് ബോർഡ് ഫോർ യു ഗൈസ്. അപ്പൊ അവിടത്തേക്ക് അവിടെയാണ് ഈ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. ഈ കട്ട്ലറിയും സിൽവറും എല്ലാം വെച്ചിരിക്കുന്നത്. അവർക്ക് പോലും അറിഞ്ഞുകൂടാ. അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ സിൽവർ ആണെന്നുള്ളത് അവർക്ക് അറിയേയില്ല. കാരണം അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല അവർക്ക്. They don't want to look at all these things because they are using it in their day-to-day life. I jumped up. അപ്പൊ ആ ഒരു സൈഡ് ബോർഡിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രോവറിലേക്ക് പോയിട്ട് അവിടുന്ന് ആ ഒരു ഇത് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയ സമയത്ത് I jumped up. I was forgetting the time. I must catch my train. So ഇവിടെ ഇരുന്ന് ഞാൻ സമയം പോയത് അറിഞ്ഞില്ല. എനിക്ക് ട്രെയിന് പിടിക്കാനുള്ളത്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് എണീക്കുകയാണ്. അവിടെ വന്നത് എന്തിനാണ്? ആ വസ്തുക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു തവണ കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ വരെ വന്നിരിക്കുന്നത്. പക്ഷെ ആ വസ്തുക്കളെല്ലാം ഇവരെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരിക്കൽ കൂടി ആ വസ്തുക്കളെല്ലാം അവർക്ക് കാണാൻ സാധിക്കുമെന്ന് അറിഞ്ഞപ്പോൾ she didn't want to stay there anymore. She had her hand on the drawer. Don't you want to wait for my mother? അമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നില്ല? അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നിരിക്കുന്നത്? No, I must go. I walked to the door. The girl pulled the drawer open. I can find my own way. ഞാൻ എന്റെ വഴി തെരഞ്ഞ് ഞാൻ പോയിക്കോളാം. എനിക്ക് പോകണം, എനിക്ക് പോയേ മതിയാവും. As I walked down the passage, I heard the jingling of spoons and forks. അപ്പൊ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ആ പെൺകൊച്ച് അതൊക്കെ നോക്കുകയാണ്. സത്യമാണോ പറഞ്ഞിരിക്കുന്നത്? സിൽവർ തന്നെയാണോ? നമ്മൾ ഇത്രയും കാലം ഇവിടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാം സിൽവർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ കേട്ടുകൊണ്ടാണ് അവർ അവിടുന്ന് ഇറങ്ങി പോകുന്നത്.
and she left the place without even standing to look whether the spoons and the forks or the silver that they were using for dinner was hers really or not. അവളുടെ തന്നെയാണോ അല്ലെങ്കിൽ ഓഥറിന്റെ തന്നെയാണോ ഇതെല്ലാ വസ്തുക്കളും എന്നുള്ളത് ഒരു നോക്ക് കാണാൻ നിൽക്കാതെ അവരവിടുന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. At the corner of the road, I looked up at the nameplate, Marconi Street. I had been at number 46. ശരിയാണ്, അമ്മ പറഞ്ഞ അതേ അഡ്രസ്സാണ്. മാർക്കോണി സ്ട്രീറ്റിലെ 46-ാം നമ്പർ വീട്ടിൽ തന്നെയാണ് ഞാൻ പോയിരുന്നത്. അഡ്രസ് വാസ് കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് തന്നെയാണ്. Now I didn't want to remember it anymore. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാനുള്ള സമയം പോലുമില്ല, എനിക്കത് ആഗ്രഹവുമില്ല. I wouldn't go back there because the objects that are linked in your memory with the familiar life of former times instantly lose their value when severed from them. You see them again in strange surroundings. നമ്മൾ ഒരു കാലത്ത് I wouldn't go back there because the objects that are linked in your memory with familiar life of former times instantly lose their value when severed from them എന്നാണ് പറഞ്ഞിരിക്കുന്നത്. When you see them again in strange surroundings. നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കൾ അതിന്റെ വാല്യൂ ഇല്ലാതായി തീരും എപ്പോൾ അതിൽ നിന്നും നമ്മൾ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ, ആ വസ്തുക്കൾ വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു കാലത്ത് നമ്മുടെ വസ്തുവല്ല. ഇറ്റ്സ് നെവർ അവർ തിങ്സ്, ഇറ്റ്സ് ദേർ ദെൻ. അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് പിന്നെ യാതൊരു വാല്യൂ ഇല്ല, അതിനോട് യാതൊരു വിധ അറ്റാച്ച്മെന്റും ഇല്ല. Nothing is left over there. He has lost everything. അവർക്കെല്ലാം നഷ്ടമായിരിക്കുകയാണ്. ആ വസ്തുക്കളെല്ലാം തന്നെ ഇപ്പോൾ അവര് വിചാരിച്ചെന്താണ്, ഏതെങ്കിലും ഒരു കബോർഡിനുള്ളിൽ പൊടി പിടിച്ച് കിടക്കുകയായിരിക്കും, അതിന്റെ ശരിക്കുള്ള യജമാന് വന്ന് ആ വസ്തുക്കളെല്ലാം തിരിച്ച് അതിന്റെ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നിടതും വരെ അതങ്ങനെ കാത്തിരിക്കുകയായിരിക്കും എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. But when she came up to Darling's house, she found out that it was not so. Those things were being used by some other people. ഇപ്പോൾ ആ വസ്തുക്കളെല്ലാം തന്നെ മറ്റുള്ള വ്യക്തിയുടെ വസ്തുക്കളായി മാറിയിരിക്കുകയാണ്. They are being used by others. ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളാണ്. അവർക്ക് ജീവനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവോ ഒന്നും തന്നെയില്ല. ആരാണോ അവരെ യൂസ് ചെയ്യുന്നത് അത് അവരുടെ വസ്തുക്കളായി മാറും. അതാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മള് മനുഷ്യന്മാരെങ്ങനെയാണ്, ഇറ്റ്സ് ലൈക്ക് അവർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ജസ്റ്റ് when we compare materialistic things to living things, living beings ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രശ്നം ഇതാണ്. We are attached towards certain things. Human beings are always attached to certain things. അല്ലേ? We will live in the memory of such things. നമ്മുടെ ഓരോ ആൾക്കാരുടെയും ബീയിങ് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും വളർന്നു വലുതാകുന്നത് എങ്ങനെയാണ്, നമ്മുടെ പഴയകാല എക്സ്പീരിയൻസസിന്റെ ബേസിസിലാണ് നമ്മൾ വളർന്ന് വലുതായി മനുഷ്യരായി ജീവിതം മുൻപോട്ടേക്ക് നയിച്ചു കൊണ്ടേയിരിക്കുന്നത്. വി ആർ ഓൾവേസ് അറ്റാച്ച്ഡ് ടുവേർഡ്സ് ദീസ് മെമ്മറീസ്. പക്ഷെ വസ്തുക്കൾ അങ്ങനെയല്ല. തിങ്സ് അത് ആരുടെ കയ്യിലാണോ അത് അവരുടേതായിട്ടാണ് മാറുന്നത്. They don't have any memories. They don't keep any memories. അത് തന്നെയാണ് അവര് ഇവിടെ പറയുന്നത്. I wouldn't go back there because the objects that are linked in your memory with the familiar life of former times instantly lose their value when you see them again in strange surroundings, when you are severed from them. അവരിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ, അവരിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടേതല്ല. അത് ആരാണോ യൂസ് ചെയ്യുന്നത് അവരുടേതാണ്. പിന്നെ ആ വസ്തുക്കൾക്ക് അത്രയേ ഉള്ളൂ വാല്യൂ. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് അത്രയേ ഉള്ളൂ വാല്യൂ. നമ്മൾ ചില സമയത്ത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊന്നും ആലോചിച്ചാൽ മതി, പെൻസില്, റബ്ബർ, കട്ടർ, സ്കെയില്, ഇതിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ഒരു സമയം വരെ. പിന്നീട് അത് നഷ്ടമായി കഴിഞ്ഞാൽ കുറച്ചു കാലം നമ്മളൊന്ന് ആലോചിക്കും, പിന്നെ നമ്മളത് അതിനെപ്പറ്റി മറന്നുപോകും. വി ആർ ഓൾവേസ് ലൈക്ക് ദാറ്റ്, അല്ലേ? ഹാവ് യു ഫെൽറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആ റബ്ബറിന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചിട്ടുണ്ടോ?
ആ കട്ടറിന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചിട്ടുണ്ടോ, പെൻസിലിന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവരെന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? അയ്യോ എന്റെ യജമാനെ ഞാൻ നഷ്ടപ്പെട്ടു പോയേ, അയ്യോ എന്റെ യജമാനൻ പോയേ, എന്റെ യജമാനൻ ഇനി എപ്പോഴാ തിരിച്ചു വരിക എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുമോ അത്? ഇറ്റ് വിൽ നെവർ ഹാപ്പൻ, റൈറ്റ്? ചില സമയങ്ങളിൽ നമ്മളെ എന്താണ് ഏതോ ഒരു സിനിമയിൽ ഉർവശിയുടെ ഒരു ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് അവര് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട്. ജയറാമിനെ കല്യാണം കഴിക്കും ഉർവശി. എന്നിട്ട് കല്യാണത്തിന്റെ പിറ്റേ ദിവസം തോന്നുന്നു ഒരു പെട്ടി തുറന്നിട്ട് ആ പെട്ടിന്റെ അകത്ത് അവര് വിചാരിക്കുക സ്വർണോ അങ്ങനെ എന്തൊക്കെയോ ആണെന്നാണ്. പക്ഷെ തുറന്നിട്ട് ആദ്യമായിട്ട് എടുക്കുന്നത് ആദ്യമായിട്ട് ഉപയോഗിച്ച ബ്രഷ്, ആദ്യമായിട്ട് കല്ലെറിഞ്ഞ മാങ്ങയ്ക്ക് കല്ലെറിഞ്ഞ കല്ല്, അതൊക്കെയാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോടാണ് അവർക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ, അവർക്ക് ആ ഒരു ക്യാരക്ടറിന്. നല്ല സിനിമയാണ് അത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. ആൻഡ് കാണാൻ പറ്റിയെങ്കിൽ ജസ്റ്റ് സെർച്ച് ഫോർ ഇറ്റ്. യൂട്യൂബിലൊക്കെ ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, പണ്ടെടുത്ത ഉടുപ്പ്, ആദ്യമായിട്ട് എടുത്ത ഉടുപ്പ്, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. ബ്രഷ്, അതെ അതെ, കണ്ണാടി, എന്തൊക്കെയോ വളകൾ, വളപ്പൊട്ട്, ഇതൊക്കെ ആണ് ഓരോന്നായിട്ട് എടുത്തിങ്ങനെ പറയുന്നുണ്ട് അതിനകത്ത് ഉർവശി. സെയിം വേ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അതന്നെ, കല്ല് എറിഞ്ഞ മാങ്ങിക്കെറിഞ്ഞ കല്ല് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെയാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോട് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ക്യാൻ ഹാവ് അറ്റാച്ച്മെന്റ് ടുവേർഡ്സ് എ മെറ്റീരിയലിസ്റ്റിക് തിങ്സ് ഫോർ എ ടൈം ബീങ്. പിന്നീട് അത് വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ അവരുടേതാണ്. നമ്മൾ അതിനോട് പിന്നെ അറ്റാച്ച് ചെയ്തിട്ട് അറ്റാച്ച്മെന്റ്സ് വെച്ചിട്ട് കാര്യമില്ല. ദർ ഇസ് നത്തിങ്. നമ്മൾ വേസ്റ്റ് ഓഫ് ടൈം മാത്രമാണ്. ഓക്കെ, യു സീ ദം അഗെയിൻ ഇൻ സ്ട്രേഞ്ച് സറൗണ്ടിങ്സ്. ആൻഡ് വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ വിത്ത് ദം? പിന്നെ അതിനെ ഞാൻ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് അവർ ആലോചിക്കുന്നത്. ആൻഡ് വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ വിത്ത് ദം ഇൻ എ സ്മോൾ റെന്റഡ് റൂം വേർ ദ ഷ്രെഡ്സ് ഓഫ് ബ്ലാക്ക് ഔട്ട് പേപ്പർ still hung along the windows and no more than a handful of cutlery fitted in the narrow table drawer. വളരെ നാരോ ആയിട്ടുള്ള, നേരത്തെ കണ്ടതുപോലത്തെ വലിയ ടേബിൾ ഡ്രോവർ ഒന്നും, വളരെ നാരോ ആയിട്ടുള്ള ചെറിയൊരു നാരോ ടേബിൾ ഡ്രോവർ മാത്രമുള്ള എന്റെ ആ റൂമില് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ എവിടെ വെക്കാനാണ്? ഞാൻ എങ്ങനെ ഇത് ഒതുക്കാനാണ്? What should I have done with them in a small rented room where the shreds of blackout paper still hung? ഇപ്പോഴും ആ ഒരു യുദ്ധത്തിന്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ഔട്ട് പേപ്പർ, അതായത് പണ്ട് കാലങ്ങളിലൊക്കെ എയർ റെയ്ഡ്സ് നടക്കുമായിരുന്നു. എയർ റെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബേഴ്സ് വരും. അതായത് വലിയ ഫ്ലൈറ്റുകൾ വന്നിട്ട് അതിൻ്റെ അകത്ത് ബോംബുകൾ ഇങ്ങനെ വർഷിക്കും. അപ്പോ പണ്ട് കാലങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടയാളികൾ അല്ലെങ്കിൽ ആർമിക്കാര്, എതിർ രാജ്യത്തിന്റെ ആർമിക്കാർ എവിടെയൊക്കെയാണ് ക്യാമ്പ് ചെയ്തത് അതൊന്നും അവർക്ക് പെട്ടെന്നൊന്നും സാറ്റലൈറ്റ് ഇമേജസ് ഒന്നും ഇല്ല. അപ്പൊ അവര് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവരെ സ്പൈസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ലൊക്കേഷൻ അവർ ഏകദേശം കണക്ക് കൂട്ടി ഇവരെന്ത് ചെയ്യും, കുറെ ബോംബേഴ്സിനെ വിടും. ഈ ബോംബേഴ്സ് എല്ലാവരും കൂടി കൂട്ടമായി പോയതിനു ശേഷം പറ എന്ന് പറഞ്ഞ് ബോംബിടുക ചെയ്യാം. അപ്പൊ അതിന്റെ അകത്ത് കുറെ സിവിലിയൻസും മരിക്കും, കുറെ മിലിറ്ററി പേഴ്സണൽസും മരിക്കും. അങ്ങനെയായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര നാശനഷ്ടം കൂടിയിരുന്നത് പണ്ട് കാലങ്ങളിൽ. ഇപ്പം നമ്മൾ സിറിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽസും എല്ലാം മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ചറപറാന്ന് ബോംബ് ചെയ്യുക. അപ്പോ ഈ ഇവര് ബോംബ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിലാണ് ഈ പ്ലെയിനുകളൊക്കെ പറക്കുക. അങ്ങനെ ഈ രാത്രി കാലങ്ങളിൽ പ്ലെയിന് പറക്കുന്ന സമയത്ത് എവിടെയാണ് കര എവിടെയാണ് കടൽ എന്ന് മനസ്സിലാവില്ല. മോള് നോക്കി കഴിഞ്ഞാൽ, പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ. അപ്പൊ അവര് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചം കാണുന്നിടത്തൊക്കെ ബോംബിടും. എവിടെയൊക്കെ വെളിച്ചം കാണുന്നു അവിടെയൊക്കെ ബോംബിട്ടാൽ. ഓക്കെ, അതുകൊണ്ട് എയർ റെയ്ഡിന് ഉണ്ടെങ്കിൽ റഡാറിലൊക്കെ എയർ റെയ്ഡ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൈറൻ മുഴക്കുമായിരുന്നു പണ്ട്. നീട്ടി സൈറൻ മുഴക്കും. സൈറൻ മുഴക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ബൾബുകൾ, ലൈറ്റ് ഉണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ആക്കി, എന്ത് വെളിച്ചമുണ്ടോ അതൊക്കെ അത് കെടുത്തിക്കളയും. ഓക്കെ, അപ്പോ വെളിച്ചം ഇല്ലാതെ ഇരിക്കണം വീട്ടില്. അപ്പൊ അതിനുള്ള ഒരു ട്രിക്കാണ് എന്ത് ചെയ്യും, ജനവാതിലിനെല്ലാം തന്നെ ബ്ലാക്ക് പേപ്പർ ഒട്ടി.
അപ്പൊ ഒരു അകത്ത് കാൻഡിൽ കത്തിച്ചാൽ പോലും പുറത്തേക്ക് വെളിച്ചം വരത്തില്ല. അണ്ടർസ്റ്റുഡ്? അതാണ് ഈ ബ്ലാക്ക് ഔട്ട് പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യുദ്ധത്തിനോടനുബന്ധിച്ചിട്ട് ഈ ബ്ലാക്ക് ഔട്ട് പേപ്പർ എല്ലാവരും എന്ത് ചെയ്യും? ബ്ലാക്ക് പേപ്പർ ഇവര് ഒട്ടിക്കും ജനലിന്റെ മുകളിൽ. അതാണ് ഈ ബ്ലാക്ക് ഔട്ട് പേപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെളിച്ചം പുറത്തേക്ക് പോകാൻ പാടില്ല. വെളിച്ചം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പേര് ബോംബിട്ടാളി. അതുകൊണ്ട് അറ്റ് യുവർ ഓൺ റിസ്ക്. അപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ചൂട്ടും പിടിച്ച് പോകുന്ന ആളുണ്ടെങ്കിൽ അവിടെ അയാളെ തലയിൽ ബോംബിട്ടാളി. ഓക്കെ, അതുകൊണ്ട് വെളിച്ചം എല്ലാം ഓഫാക്കും. പബ്ലിക് ഇതെല്ലാം ഉണ്ടെങ്കിൽ, ലൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫാക്കും. സൈറൺ മുഴക്കുകയും ചെയ്യും. സൈറൺ മുഴക്കുന്ന സമയത്ത് വീടുകളിലെ ലൈറ്റ് ഒക്കെ ഓഫാക്കി ഇരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ്. അതൊക്കെയാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയും. ബ്ലാക്ക് ഔട്ട് എന്ന് പറയാം. അപ്പൊ ഈ ബ്ലാക്ക് ഔട്ട് പേപ്പർ ഒക്കെ വിൽക്കും ആൾക്കാര്. അവര് അത് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ ഒട്ടിക്കാൻ വെക്കുക. ഈ കണ്ണാടി ഒട്ടിക്കുകയാണെങ്കിൽ ഉള്ളിൽ നിങ്ങൾക്ക് വെളിച്ചം കാൻഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കത്തിച്ച് നിങ്ങൾക്ക് വീട്ടിനകത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇരുട്ടത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഈ ബ്ലാക്ക് ഔട്ട് പേപ്പർ പോലും പൂർണ്ണമായിട്ട് പറഞ്ഞു വരാത്ത ഒരു ചെറിയ ഇടുങ്ങിയ റൂമിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്, വാടകയ്ക്ക് താമസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റൂമിലേക്ക് ഞാൻ ഈ സാധനങ്ങളെല്ലാം കൂടി, ഒരു വീടിനകത്ത് പോലും മുഴുവനായിട്ട് ഒതുങ്ങാത്ത ഒരു അത്രയും സാധനങ്ങളുണ്ട്. അത്രയും സാധനങ്ങൾ കൊണ്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഈ കട്ട്ലറി എല്ലാം തന്നെ വെക്കാനായിട്ട് എനിക്ക് സ്ഥലം പോലും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ഓൾ ദോസ് തിങ്സ്? ഓക്കെ, ഐ റിസോൾവ് ഫോർഗെറ്റ് ദി അഡ്രസ്. ഞാൻ അന്ന് ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. റിസോൾവ് മീൻസ് ഫേംലി ഡിറ്റർമിൻഡ് ടു ഡു സംതിങ്. ഓക്കെ, സോ ദാറ്റ് ഡേ ഐ റിസോൾവ് ടു ഫോർഗെറ്റ് ദി അഡ്രസ്. അന്ന് ഞാൻ തീരുമാനിച്ചു, ആ ഒരു അഡ്രസ് ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ഓർത്തെടുക്കുകയേയില്ല. അതിൽ നിന്നും ഞാൻ തരണം ചെയ്തിരിക്കുന്നു. ആ ഓർമ്മകളെല്ലാം തന്നെ ഞാൻ ഇനി എന്റെ പഴയ ഓർമ്മകൾ മാത്രമായി നിലനിൽക്കുകയുള്ളൂ. അതിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇനി ഉണ്ടാവുകയില്ല. All the things I had to forget, that would be the easiest. എന്റെ ജീവിതത്തിൽ കുറേയേറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലും വലിയ ദുരനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവയെല്ലാം മറക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും സുഖമായും വളരെ ഈസിയായും പറയാൻ കഴിയുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ആ ഒരു അഡ്രസ്സ് തന്നെയായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവരുടെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള മറ്റുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. I resolved to forget the address. I decided to move on from there. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ടുള്ള ഒരു തീരുമാനം അവര് അവിടെ എടുക്കുകയാണ്. പഴയ കാര്യങ്ങൾ പഴയതായിട്ട് തന്നെ നിന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുന്നു. ആൻഡ് there finishes the lesson, The Address by മാർഗ മിൻകോ. പഴയ കാര്യങ്ങൾ പഴയതായിട്ട് തന്നെ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് അവയിൽ നിന്നുള്ള നല്ലത് മാത്രം എടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ് അവരുടെ തീരുമാനം. ഓക്കെ, so that is the lesson, The Address by മാർഗ മിൻകോ. Thank you very much all of you. Okay, for listening to me. ഇതിന്റെ question and answers ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാം. നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഗൈസ്. അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ ടേക്ക് കെയർ ഓൾ ഓഫ് യു. ഹാവ് എ നൈസ് ഡേ. ലിവ് വെൽ ആൻഡ് ലിവ് സ്ട്രോങ്. താങ്ക് യു വെരി മച്ച്.